പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക. അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു, ക്വറ്റ പിടിച്ചു. അവരുടെ നിയന്ത്രണത്തിലാണ് സമ്പൂർണ്ണമായും ബലൂച്ച് മേഖല. അവർക്ക് ഒരു തടസ്സം ഉണ്ടാക്കുന്ന തരത്തിൽ പാകിസ്ഥാൻ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ഇതിനെ എങ്ങനെ പാകിസ്ഥാൻ മറികടക്കും? പാകിസ്ഥാൻ പട്ടാളത്തിനെ കൊണ്ട് കയറാൻ പറ്റുന്നില്ല. സംഗതി ശരിയാണ്. മാത്രമല്ല, ഈ പഹൽഗാം ആക്രമണം, ഇന്ത്യയുടെ തിരിച്ചുള്ള അങ്ങോട്ടുള്ള ആക്രമണം, ഇതുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ഭീകരതയുടെ കേന്ദ്രമായിട്ട് പാകിസ്ഥാൻ നിൽക്കുന്നു. അപ്പോൾ പാകിസ്ഥാന് പഴയ പോലെ ബലൂച്ചിൽ കയറി പണിയാനും പറ്റില്ല. അതുകൊണ്ട് ISനെ, ഇസ്ലാമിക് സ്റ്റേറ്റിനെ ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ രംഗത്തിറക്കിയിരിക്കുന്നു എന്നാണ് ബലൂച്ച് സംഘടനകൾ വ്യക്തമാക്കുന്നത്. അതായത് ബലൂച്ച് രാജ്യസ്തി കമ്മിറ്റി എന്ന് പറഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന കമ്മിറ്റിയും പറഞ്ഞിട്ടുണ്ട്. 117 പേജുള്ള 117 പേജ് വരുമ്പോൾ ലഘുലേഖ എന്ന് പറയുന്നത് ശരിയായിരിക്കില്ല അല്ലേ? വലിയ ലേഖയാണ്, പാംഫ്ലെറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ. എനിക്ക് ഈ പേജ് പുസ്തകമാണ്. ആ പുസ്തകം IS ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് ബലൂച്ച് വിപ്ലവ ഗ്രൂപ്പുകൾക്കെതിരെ IS യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഈ 117 പേജുള്ള പുസ്തകത്തിൻ്റെ അതിൻ്റെ ആദ്യത്തെ പേജ് നമുക്ക് കൊടുക്കാം. അതിൽ വിപ്ലവകാരികൾ ഈ ബലൂച്ച് വിപ്ലവകാരികൾ ഇസ്ലാമിക നിയമങ്ങൾക്കെതിരായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതാണ് പുസ്തകത്തിൽ പറയുന്നത്. പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജിൽ മൻസൂർ പഷ്തീൻ്റെ ചിത്രം, അത് പഷ്തൂൺ തഹ്ഫൂസ് പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്, വിപ്ലവകാരിയാണ്. പിന്നെ ബഷീർ സേബ്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതാവിൻ്റെ ചിത്രം. എന്നിട്ട് മുഖമില്ലാത്തൊരു സ്ത്രീയുടെ ചിത്രം. ഇവരൊക്കെ ടാർഗറ്റുകളാണ് ISൻ്റെ, ബലൂച്ച് നേതാക്കൾ എന്ന് പറഞ്ഞിട്ടൊരു മുഖമില്ലാത്ത ഒരു സ്ത്രീയുടെ ചിത്രവും. ഇത് അടുത്തിടെ ഈ മോദിയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് തല ഇല്ലാതെ ഇവിടെ പ്രസിദ്ധീകരിച്ചില്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ സ്ത്രീ ബലൂച്ചുകളുടെ നേതാവായിട്ടുള്ള ഡോക്ടർ മഹ്റംഗ് ബലൂച്ചിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ തലയില്ലാത്ത സ്ത്രീ എന്നാണ് ബലൂച്ച് നേതാക്കൾ പറയുന്നത്. കഴിഞ്ഞ കൊല്ലം ടൈം വാരിക ലോകത്തിലെ 100 അടുത്ത നേതാക്കളുടെ 100 നെക്സ്റ്റ് പട്ടികയിൽ പെടുത്തിരുന്ന ആളാണ് ഈ മഹ്റംഗ് ബലൂച്ച്. അവരിപ്പോൾ ജയിലിലാണ്. അവർ നൊബേൽ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്ത പട്ടികയിലുള്ള പേരുകളിലൊന്നാണ് മഹ്റംഗ് ബലൂച്ചിൻ്റേത് ഇപ്പോൾ. അപ്പോൾ മാർച്ച് 23 മഹ്റംഗ് ബലൂച്ചിനെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. ഈ പല ചിത്രങ്ങളിലും ഈ മഹ്റംഗ് ബലൂച്ചിൻ്റെ പേര് കാണുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ അകത്ത് പല ഭാഗങ്ങളിലും അവരുടെ പേര് വരുന്നുണ്ട്. അവരെ പറ്റി പറയുമ്പോഴൊക്കെ കാഫിർ എന്ന് പറയുന്നുണ്ട് മഹ്റംഗ് ബലൂച്ചിനെ. ഇസ്ലാം വിട്ട മുസ്ലിം എന്ന് പറയുന്നുണ്ട്, അമുസ്ലിം എന്നും പറയുന്നുണ്ട് അവരെ പറ്റി. അപ്പോൾ ഒരു എന്താ പറയുക, ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമായ, അല്ലേ, ശരീഅത്ത് നിയമങ്ങൾക്കൊക്കെ വിരുദ്ധമായ പ്രസ്ഥാനങ്ങളാണ് ഈ ബലൂച്ച് ലിബറേഷൻ ആർമി, ബലൂച്ച് ലിബറേഷൻ ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന ഒരു മത മൗലിക പുസ്തകമാണ് ഈ IS അവിടെ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ IS അത് ISൻ്റെ അതേ അതായത് അവിടെ ചാരസംഘടന, പട്ടാളത്തിൻ്റെ ചാരസംഘടന എന്താണോ പറയുന്നത് അത് തന്നെയാണ് ISൻ്റെ പുസ്തകത്തിലും വന്നിരിക്കുന്നത്. ബലൂച്ചുകൾ സത്യത്തിൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം ജീവിക്കുന്നവരാണ്. അതെ, അവരെ കാഫിറായിട്ട് കാണുന്നു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരൊരു വിമോചന പ്രസ്ഥാനം നടത്തുന്നു അവിടെ. അതിപ്പോൾ അത്രയേ ഉള്ളൂ. പാകിസ്ഥാന്റെ കൂലിപ്പട്ടാളമായിട്ട് IS കുറെ മാറിയിരിക്കുന്നു. അത് ഭീകരമായ ഒരു അവസ്ഥയാണ്. കാരണം പട്ടാളത്തിന് ചാവേറാകാൻ പറ്റില്ലല്ലോ, ISന് ചാവേറാവാൻ പറ്റും. ചാവേറ ആക്രമണം BLA മേഖലകളിൽ നടത്താനാണ് ഇപ്പോൾ IS പ്ലാൻ എടുത്തത്. അത് പറഞ്ഞത് വളരെ നന്നായി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IS ബലൂച്ചിലെ മസ്തങ്ക് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ക്യാമ്പ് ഉണ്ട് ഇപ്പോൾ ISന്. ഈ കഴിഞ്ഞ മാർച്ച് 29 മസ്തങ്ങിൽ ബലൂചിസ്ഥാൻ നാഷണലിസ്റ്റ് പാർട്ടിയുടെ ഒരു റാലി നടക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ചാവേർ കയറി. അപ്പോൾ മഹ്റംഗിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ റാലി.
ആ റാലിയുടെ ഉള്ളിലേക്ക് IS-ന്റെ ചാവേർ കയറി. എന്നിട്ട് ഈ ഖിറാനിലെ IS ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണ് ഈ ചാവേർ ആയത് എന്നാണ് വിവരം. അപ്പോൾ ചാവേർ ആയിട്ട് ഈ സുനിൽ പറഞ്ഞല്ലോ ചാവേർ ആക്രമണമാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അത് ഓൾറെഡി നടന്നു അവിടെ. IS ഈ ബലൂജികളുടെ ഒരു റാലിയിലേക്ക് പട്ടാളത്തിന് ചാവേറാൻ പറ്റില്ല, അതുകൊണ്ട് ചാവേറാവാൻ പറ്റുന്ന അവരുടെ കൂലി പട്ടാളത്തെ ഇറക്കിയിരിക്കുകയാണ്. IS കൂലിപ്പട്ടാളായിട്ട് മാറി. അപ്പോൾ ഈ ബലൂച്ച് പൗരന്മാർക്കെതിരെ, സാധാരണ പൗരന്മാർക്കെതിരെയും അക്രമങ്ങൾ കൂടുന്നുണ്ട് അവിടെ. അപ്പോൾ IS അവർക്കെതിരെയും ക്യാമ്പും ഉണ്ട് അവിടെ, അക്രമങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. IS-നെതിരെ ഇതുവരെ ബലൂച്ച് പോരാളികൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. IS-ന്റെ ക്യാമ്പൊക്കെ ഉണ്ടെങ്കിലും ആ ക്യാമ്പ് ആക്രമിക്കുന്നതിലേക്കൊന്നും പോയിട്ടില്ല. ഈ മഹ്റങ്കും 4 നേതാക്കളുമാണ് ജയിലിലുള്ളത്. ബി ബാർഗ്, എല്ലാത്തിൻ്റെയും കൂടി ബലൂച്ച് ഉണ്ട്. ബി ബാർഗ് ബലൂച്ച്, ബീഷ് ബലൂച്ച്, ഗുൽസാദി ബലൂച്ച്, ഷാജി ബലൂച്ച്, ഇത്രയും പേര് ജയിലിലുണ്ട്. ഇതിൽ ഈ ബലൂച്ച് പോരാളികൾ കീഴടങ്ങാൻ വേണ്ടിയിട്ട്, യുവാക്കൾ കീഴടങ്ങാൻ വേണ്ടി ഇവരുടെ ബാപ്പമാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന പരിപാടിയൊക്കെ പാകിസ്ഥാൻ ചെയ്തു. തിരോധാനം എന്ന് പറയും. ആയിരക്കണക്കിന് ആളുകളെ ബലൂജിൽ കാണാൻ പോയിട്ടുണ്ട്, കൊണ്ടുപോയിട്ട് ഈ മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളുടെ പേരിൽ ഒരു സംഘടന പോലും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പാക് ഭീകരത രാജ്യാന്തര തലത്തിൽ എത്തിയത് കൊണ്ട് ഇപ്പം IS-നെ ഉപയോഗിക്കുന്നു എന്നാണ് ബലൂച്ചികൾ പറയുന്നത്. ഈ BYC, ഈ ബലൂച്ച് ഈ യക്ജഹ്തി കമ്മിറ്റിയുടെ റാലികൾ മുഴുവൻ ഈ IS-ന്റെ ആക്രമണം കാരണം ഇപ്പം റദ്ദാക്കിയിട്ടുണ്ട്. അവർക്കവിടെ നടക്കാൻ വയ്യ. അപ്പോൾ കാണാതായ പൗരന്മാർ, കുടുംബം എന്നിവരെയൊക്കെ ഈ തിരോധാനം ഉണ്ടല്ലോ, പാകിസ്ഥാൻ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന സാധാരണ പൗരന്മാർ, ഈ യുവാക്കൾ, അവരുടെ കുടുംബം, ഇവരെയൊക്കെ IS ഇപ്പോൾ ചിത്രീകരിക്കുന്നത് BLA-കാരും BLF-കാരുമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അവരവിടെ സാധാരണ മനുഷ്യരൊക്കെ ഉണ്ടാവും, അവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. യുവാക്കളൊക്കെ ചേർന്നിട്ടുണ്ടാകാം BLF-ലൊക്കെ. അപ്പം കുടുംബത്തിനെയൊക്കെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഇവരും ഈ വിപ്ലവകാരികളാണ്, ഇവർ ഇസ്ലാമിനെതിരാണ് എന്ന് പറയുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ബലൂജികളുമായിട്ട് ചിലപ്പോൾ ഇന്ത്യക്ക് കുറച്ച് ബന്ധമാകാമല്ലോ. അപ്പോൾ അത്തരം നീക്കങ്ങളെ കൂടി പരാജയപ്പെടുത്തണം എന്നുള്ളതുകൊണ്ടാണ് IS-നെ ഇറക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കശ്മീരിൽ ഒരു പക്ഷേ ഇനി ഇങ്ങനെ ചെയ്തു കൂടായികയുണ്ടോ? പാകിസ്ഥാൻ മാറി നിൽക്കും, IS-നെ വിടുക എന്നുള്ളത്. അത് ഈ ബലൂച്ച് മാതൃകയിൽ അങ്ങനെ ചെയ്യുക. കാരണം ഈ റിപ്പോർട്ടിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സംശയമാണ്. ഏതായാലും പാകിസ്ഥാൻ ഇപ്പോൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ്. ബലൂജ്, സിന്ധു മേഖല, പഷ്തൂൺസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ ഒക്കെ പ്രശ്നങ്ങളാണ്. ഇതിനെയൊക്കെ എങ്ങനെ അടിച്ചമർത്തണം എന്ന് പാകിസ്ഥാന് വല്ലാത്തൊരു പ്രതിസന്ധിയുണ്ട്. കാരണം ഇനിയിപ്പോൾ ഭീകരമായ ഒരു മിലിറ്ററി ഉപയോഗിച്ചുള്ള ഒരു അടിച്ചമർത്തൽ അത്ര പ്രായോഗികമല്ല. കാരണം അതൊക്കെ പുറത്തു വരും. പാകിസ്ഥാൻ്റെ ഇപ്പോൾ തന്നെ ടെററിസ്റ്റ് നേഷൻ എന്നുള്ള പേര് കിട്ടിയ പാകിസ്ഥാനും മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു എന്നുള്ള പേരൂടെ വന്നാൽ വല്ലാത്ത ഒരു ഇമേജ് നഷ്ടം ഉണ്ടാവും. അപ്പോൾ IMF തന്നെ അവർക്ക് കൊടുത്ത ലോണിനെ സംബന്ധിച്ചുള്ള ചില കണ്ടീഷൻ, പുതിയ വ്യവസ്ഥകളൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ബലൂചിസ്ഥാനിലെ അവരുടെ വിമോചന പോരാട്ടത്തെ പരാജയപ്പെടുത്താതെ പാകിസ്ഥാൻ അത് ഒരു രാജ്യം എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ പരാജയപ്പെടുത്താൻ പരിമിതികളുമുണ്ട്. കാരണം അതൊരു സ്വതന്ത്ര രാജ്യം പോലെ നിൽക്കുകയാണ്. പാകിസ്ഥാൻ അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ല, ചൈനക്കാർക്ക് ചെല്ലാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ആകെയുള്ളത് ഇതുപോലെയുള്ള കൂലിപ്പട്ടാളക്കാരെ വിട്ട് ഒരു മതത്തിൻ്റെ മുഖവും കൊടുത്ത് അവിശ്വാസികളാണ്, കാഫിറാണെന്ന് പറഞ്ഞ് അവിടേക്ക് ആളുകളെ വിടുക, അവർ ചാവേറുകളായി പൊട്ടിത്തെറിക്കുക, ഇതൊക്കെ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഒരു നാഴിക്കകത്ത് വേറൊരു നാഴി ഇറങ്ങത്തില്ല എന്ന് പറയുന്ന പോലെ ഇവർ ചെയ്യുന്ന ചാവേർ പണിയൊക്കെ ചെയ്തവർ തന്നെയാണ് BLA-കാരും. അപ്പോൾ BLA അങ്ങനെ IS-ന് അങ്ങനെ കളിക്കാൻ പറ്റുന്ന ചെറിയ ടീമൊന്നും അല്ല BLA. അവർക്കും അത്യാവശ്യം പണിയൊക്കെ അറിയാം. IS-നുള്ളതുപോലെ തന്നെ അവരും വെൽ എക്യുപ്ഡ്, അവർക്ക് പോരാട്ട വീര്യമുണ്ട്. പിന്നെ അതിലൊക്കെ ഇവർ ചത്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ് പോരുന്നവരാണെങ്കിൽ അവരൊരു സ്വന്തം രാജ്യത്തിന് വേണ്ടി പൊരുന്നവരാണ്, ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി പൊരുന്നവരാണ്, മറ്റൊരു ഭൂമിയിൽ മരിക്കാൻ വേണ്ടി പൊരുന്നവരാണ്. വ്യത്യാസമുണ്ട്. മുമ്പ് അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൻ്റെയൊക്കെ കാലത്ത് ഈ IS പോലുള്ള സാധനങ്ങളൊക്കെ മുജാഹിദ്ദീൻ വളർത്തിയതാണ് ഈ പാകിസ്ഥാൻ. പിന്നെ
പാകിസ്ഥാനെതിരെ തന്നെ അവർ നീങ്ങുന്ന അവസ്ഥ വന്നു. അപ്പൊ ഇപ്പൊ തൽക്കാലം ഇവരെ ഉപയോഗിക്കുന്നുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ഇവര് പാകിസ്ഥാനെതിരെ തന്നെ പൊരുതിക്കോളും. കാരണം ബലൂചിസ്ഥാനിൽ ഇതുവരെ ഇവര് IS ആക്രമിച്ചിട്ടില്ല. ക്യാമ്പുണ്ടല്ലോ അവിടെ, അതെ, മസ്തൂങ്ങിൽ ക്യാമ്പുണ്ട്. ഇനി ആ ക്യാമ്പ് ബലൂജി പോരാളികളെ ആക്രമിച്ചു വരും. ആക്രമിക്കാതെ അവർക്കും അസ്തിത്വ പ്രശ്നമല്ലേ. അതെ അതെ. അപ്പൊ ഏതായാലും ബലൂജ് കൂടുതൽ സംഘർഷഭരിതമാകാൻ പോവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.